നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായി നമ്മുടെ ഇപ്പോൾ ഉള്ളത് കവിയും ചിത്രകാരനുമായ പാരിപ്പള്ളി ശ്രീ രാജീവ് സാറാണ്. സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ നമ്മളിപ്പം അറിഞ്ഞിടത്തോളം സാറിൻ്റെ മൂന്നാമത്തെ പുസ്തകത്തിലേക്കാണ് സാർ എത്തിപ്പെട്ടിരിക്കുന്നത്. അതെ. എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു എഴുത്തു വഴി എങ്ങനെയായിരുന്നു എന്നൊന്ന്? എൻ്റെ എഴുത്തു വഴി എന്ന് പറയുന്നത് സത്യത്തിൽ വന്ന് ഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. കുട്ടിക്കാലം മുതൽ ചില കവിതകൾ എഴുതുമായിരുന്നു. പക്ഷെ അതൊന്നും വെളിച്ചം കണ്ടിട്ടില്ല. ആരെയും കാണിക്കാനുള്ളൊരു ധൈര്യമില്ലായിരുന്നു. സാഹിത്യകൃതികളൊന്നും അന്നൊന്നും വായിക്കാനുള്ളൊരു സാഹചര്യം വീട്ടിലില്ല. എന്തെങ്കിലും ഒരു നോവലോ ഒക്കെ വായിച്ച് അച്ഛൻ കണ്ടാൽ അടിയുറപ്പാണ്. അതെ. പഠിക്കുക. അച്ഛനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നത് കൊണ്ട് ആ വഴി സഞ്ചരിക്കണമെന്നുള്ളതായിരുന്നു. എനിക്ക് സംഗീതം പഠിക്കണമെന്നും ചിത്രകല പഠിക്കണമെന്നും ഒരു സാഹിത്യാഭിരുചിയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ കാണാതെ എൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോവൽ വെച്ച് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പുറകെ കൂടെ വന്ന് കണ്ടുപിടിച്ച് അടി വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു കാലഘട്ടം. ബാലലോകമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊരു. അന്നൊരു റേഡിയോ ഉണ്ടായിരുന്നു, പഴയ ഒരു റേഡിയോ, നാഷണൽ പാനാസോണിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുക. കോളേജിലൊക്കെ ആയപ്പോൾ യുവാണിയായിരുന്നു എൻ്റെ ഒരു ഇടം എന്ന് പറയാൻ. യുവാണിയിലൊക്കെ അന്ന് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. എസ് വേണു എന്ന് പറയുന്നൊരു പ്രോഗ്രാം കോർഡിനേറ്ററായിരുന്നു അന്ന് അത് കോർഡിനേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനന്നൊരു 4 മിനിറ്റ് 5 മിനിറ്റ് വരുന്നൊരു സ്ക്രിപ്റ്റൊക്കെ അവതരിപ്പിക്കും. അത് പിന്നെ യുവാണി കേട്ടിട്ട് കവിതയിൽ കൂടി അഭിപ്രായം അറിയിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആഴ്ച തോറും യുവാണി ശ്രോതാക്കൾ കത്തുകൾ അയക്കും. അപ്പോൾ അത് കവിതയിൽ കൂടി കത്തുകൾ എഴുതി. അതെ. അപ്പോൾ അന്ന് എൻ്റെ എഴുത്ത് ആഴ്ച തോറും അവർ വായിച്ചിരിക്കും. ഇത്തവണ പാരിപ്പള്ളി രാജീവ്, അന്നേ പാരിപ്പള്ളി രാജീവ് എന്നും പറഞ്ഞാൽ ഞാൻ എഴുതുന്നത്. പാരിപ്പള്ളി രാജീവ് കവിതയിൽ കൂടിയാണ് അഭിപ്രായം അറിയിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് 2, 3, 4 വരി കവിതകൾ അവരുടെ സമയം അനുസരിച്ച് അവരത് വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ റേഡിയോ പിന്നെ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്. കാരണം അന്നൊന്നും ആരും അത്തരം പ്രോഗ്രാമിലോ ഒന്നും അഭിപ്രായം അയക്കുകയോ അങ്ങനെ പങ്കെടുക്കുകയോ ഒന്നുമില്ല. അപ്പോൾ എല്ലാ ആഴ്ചയിലും പാരിപ്പള്ളി രാജീവിൻ്റെ പേര് റേഡിയോ കൂടെ പറയേ. അന്ന് റേഡിയോയിൽ ആ പേര് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ എനിക്ക് സാധിക്കാത്തത്, ഞാനന്ന് ഞങ്ങൾക്ക് മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ ഒരു വിങ് ഉണ്ടായിരുന്നു, ഇതിഹാസ് മാതൃഭൂമി സർക്കിൾ എന്നും പറഞ്ഞിട്ട്. എനിക്ക് ബാലലോകത്തിൽ പങ്കെടുക്കാൻ അന്ന് സാധിക്കാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ചിൽഡ്രൻസ് വിങ് ഉണ്ടാക്കി. പിള്ളേരെയും കൊണ്ടുവന്ന് അവരെ പ്രോഗ്രാം എല്ലാം റെക്കോർഡ് ചെയ്ത് എല്ലാ ഞായറാഴ്ചയും. വീടുകളിലൊന്നും അന്ന് റേഡിയോ ഇല്ല. 76, 77 കാലഘട്ടം. അപ്പോഴാണ് ഞാൻ പിള്ളേർക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത്, വീട്ടിലന്നൊരു ടേപ്പ് റെക്കോർഡറുണ്ട്, അതിൽ ഞായറാഴ്ച 10:30 ബാലലോകം പരിപാടി റെക്കോർഡ് ചെയ്ത് പിള്ളേരെ കേൾപ്പിച്ച് അവരെ കൊണ്ട് അഭിപ്രായം എഴുതിച്ച് അയച്ച്, പിന്നെ അവരെ ഒരു 2 പ്രോഗ്രാം നിലയത്തിൽ കൊണ്ടുവന്ന് ചെയ്യിച്ച് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെ. അപ്പോൾ അന്ന് പിള്ളേർ റേഡിയോയിലൊരു പരിപാടി അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ വാല്യൂയാണ്. എനിക്ക് നടക്കാഞ്ഞത് നമ്മൾ സാധിച്ചെടുത്തു. അതെ അതെ. നമ്മൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു. അതെ. അപ്പോൾ അവിടെ മുതലാണ് എൻ്റെ ഒരു സാഹിത്യ പ്രവർത്തനമെന്നോ. പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശനി ഞായർ ഒരു കല്ലമ്പലം എന്ന് പറയുന്നൊരു സ്ഥലത്ത്, പാരിപ്പള്ളിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ കല്ലമ്പലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഇന്ത്യൻ ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രകല പഠിപ്പിക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. അവിടെ പോയി ഞാൻ ചിത്രകല പഠിച്ചു. അതിൻ്റെ പിന്നെ 2 പേപ്പറും പാസ്സായിട്ടുണ്ട് അന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ
കൊല്ലം പോലെ ഒരു നാട്, ഒരുപക്ഷെ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ടായിരുന്ന ഒരു നാടാണ്, ഒരു വലിയൊരു കാഥികൻ ജീവിച്ചിരുന്ന നാട്. ആ നാട് എത്രത്തോളം സാറിനെ പോലെ ഒരു സാറിൻ്റെ ഉള്ളിലെ കവിയെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനെ, കലാകാരനെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രചോദനമായത്? സത്യം പറഞ്ഞാൽ ഞാൻ പാരിപ്പള്ളിക്കാരനാണ്. ഞാൻ കൊല്ലത്ത് താമസമാക്കുന്നത് 2002. ഞാൻ അവിടെ ഒരു പാരലൽ കോളേജ് തുടങ്ങുന്നു, ബ്രെയിൻസ് എന്ന് പറഞ്ഞിട്ട്. അന്നാണ് ഞാൻ കൊല്ലത്തേക്ക് മാറുന്നത്, പാരിപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് മാറുന്നത്. അവിടെ സ്ഥിരതാമസമാക്കിയതിന് ശേഷം കൊല്ലത്തെ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നടത്തുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കാക്കനാടനെ പരിചയം. കാക്കനാടനെ പരിചയം എന്ന് പറഞ്ഞാൽ 1-2 പ്രോഗ്രാംസിൽ അദ്ദേഹം പങ്കെടുത്ത 1-2 പ്രോഗ്രാംസിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്, കവിത അവതരിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഈ കവിതകൾ, രാജീവിൻ്റെ കവിതകൾ നമുക്ക് കാക്കനാടനെ ഒന്ന് കാണിക്കാം, പുള്ളിയുടെ അഭിപ്രായം അറിഞ്ഞിട്ട്. ഞങ്ങൾക്കെല്ലാം ഇത് പ്രസിദ്ധീകരണ യോഗ്യമാണ് എന്ന് തോന്നുന്നു, പുള്ളിയുടെ ഒരു അഭിപ്രായം അറിയാമെന്നും പറഞ്ഞ് പുള്ളി കൊണ്ട് കൊടുത്തു. അന്ന് എനിക്ക് കാക്കനാടനെ വലിയ പരിചയമില്ല, ഇതുപോലെ 2-3 പ്രോഗ്രാംസിൽ കണ്ടുള്ള പരിചയമേ ഉള്ളൂ. പുള്ളി ഒരു 1-2 മാസം ഇത് തൊട്ടില്ല. കാരണം പുള്ളി എന്നോട് പിന്നീട് പറഞ്ഞത്, തൊടാഞ്ഞ കാരണം ഇതുപോലെ ഒരുപാട് വരുന്നുണ്ട്, അതിൽ ചവറാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മിക്കവാറും ചവറായിരിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ്. പലരും കൊണ്ട് കൊടുക്കുന്നുണ്ട്, പലരുടെയും കോണ്ടാക്റ്റ് വഴി. അപ്പം ഞാനും ഒരു കോണ്ടാക്റ്റ് വഴിയായി, എൻ്റെ സുഹൃത്ത് എന്നെ നിർബന്ധിച്ചാണ് കൊണ്ട് കൊടുക്കുന്നത്. എൻ്റെ പണ്ടത്തെ സ്വഭാവം തന്നെയായിരുന്നു അപ്പോഴും. കാരണം കോൺഫിഡൻസ് ഇല്ല, ഇത് കവിതയാണോ, മനസ്സിലായില്ലേ, എൻ്റെ രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഈ സെൽഫ് കോൺഫിഡൻസ് വന്നു തുടങ്ങിയില്ല നമുക്ക്. ഞങ്ങളുടെ ചില കവിയരെങ്കിലും സുഹൃത്ത് സംഭാഷണത്തിനും ഇടയ്ക്കൊക്കെ ഞാൻ കവിത അവതരിപ്പിക്കും. ഞാൻ അവരെ ചെക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളെ. ഞാൻ പറയും, ആസ്വാദനക്ഷമതയുള്ളതാണ് നമ്മുടെ കവിത. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ, ഇത് എൻ്റെ കവിതയെന്ന് പറയാതെ പലപ്പോഴും ഞാൻ കവിത അവതരിപ്പിക്കും. എന്നിട്ട് ഞാൻ പറയും, ഇത് ആരുടെ കവിതയാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ പല സുഹൃത്തുക്കളും, ഇത് ഇന്നാരുടെ അല്ലേ. ഞാൻ ആ കവികളുടെ, എസ്റ്റാബ്ലിഷ്ഡ് കവികളുടെ പേര് പറഞ്ഞ് ഞാൻ ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നില്ല. അറിയപ്പെടുന്ന കവികളുടെ പേരിൽ അവർ പറയും, ഇത് ഇന്നാരുടെ കവിത ഇല്ലേ. ഞാൻ പറയും, ഞാൻ പറയും, ഞാൻ എങ്ങോ വായിച്ചതുപോലെ തോന്നുന്നു, എനിക്ക് ആരാണെന്ന് അറിയത്തില്ല. ലാസ്റ്റിൽ ഞാൻ ഇത് എൻ്റേതാണെന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, മനസ്സിലായില്ലേ, അതെ. അങ്ങനെയാണ് കാക്കനാടനെ കാണുന്നത്. കാക്കനാടൻ 2 മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയണമല്ലോ എന്ന് വിചാരിച്ചത് എടുത്ത് വായിക്കുന്നത്. ഒരു ദിവസം എന്നെ വിളിക്കുന്നു, രാജീവേ ഇങ്ങോട്ടൊന്ന് വാ. ഞാൻ ഭയന്നു, അടി തരാനാണോ, മേലാൽ നീ ഇതുപോലെ എഴുതിപ്പോരുത് എന്ന് പറയാനാണോ? അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. എന്നെ കൊണ്ടുവന്ന് അവിടെ ഏർപ്പെടുത്തിയ സുഹൃത്തുണ്ടല്ലോ, കാക്കനാടൻ ഇങ്ങനെ വിളിച്ചിരിക്കുക, എന്തിനാണെന്ന് അറിയില്ല, നമുക്ക് പോവാം, പുള്ളിയായിട്ടാ നല്ല അടുപ്പാണ്, നമുക്ക് പോവാം, അടിയറയാണെങ്കിൽ ഞാനും കൂടെ മേടിക്കാം, 50-50. അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളി ഒരു 2 ഷീറ്റ്, ഫുൾ ഷീറ്റിൽ അവതാരിക എഴുതി വെച്ചിരിക്കുക, പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തന്നെ. അതെ, തീരുമാനിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതെടുത്ത് വായിക്കെന്ന് പറഞ്ഞു. ഞാൻ തപ്പി വായിച്ചു, കാരണം പുള്ളിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി പ്രശ്നം, പ്രായമായില്ലേ. എൻ്റെ ഒന്ന് തിരിച്ച് മേടിച്ചിട്ട്, എന്നാ ഇങ്ങോട്ട് ഞാൻ വായിക്കാം. പുള്ളി വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടു. ഞാൻ ചോദിക്കുകയും ചെയ്തു, അന്ന് കാക്കനാടെന്നാണ് വിളിക്കുന്നത്, പിന്നെ ഞങ്ങൾ ബേബിച്ചാനായി. ഞാൻ പറഞ്ഞു, സാറേ ഇത് സാറ് ആത്മാർത്ഥമായിട്ട് എഴുതിയത് തന്നെയോ? അതെ അതെ. പുള്ളി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാനിത് കീറിക്കളയാം, എനിക്ക് രാജീവിനെ പരിചയമില്ലല്ലോ, ഇന്നാരുമായിട്ട് വന്നു, ചവറായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ വായിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. കവിതയാണോ ഇത് വേറെ വല്ലതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഇത് കവിത എന്നുള്ള രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടു.
ഞാൻ കവിയല്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വെറും ഒരു കവിതയുടെ വായനക്കാരൻ, ആസ്വാദകൻ. ഞാനത് കേട്ടിട്ട് സോറി പറഞ്ഞ് എന്നാൽ വലിച്ചേറി കളയാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുന്നു. ഞാൻ പറഞ്ഞു ക്ഷമിക്കണം, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ടാണ്. ഞാൻ നാടകത്തിൽ ഞങ്ങൾ പിന്നെ നാടകം മത്സരത്തിനൊക്കെ പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ തന്നെ നാടകത്തിനൊരു ഗാനം എഴുതി ട്യൂൺ ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാനൊരു കവിയായിട്ട് ആരും അത് അംഗീകരിച്ചിട്ടില്ല. ഞാൻ പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടുമില്ല. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ അവിടുത്തെ ചില മാഗസീനിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. മലയാളി മാഗസീനിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. കോളേജ് പഠിക്കുമ്പോൾ കോളേജ് മാഗസീനിലും എഴുതിയിട്ടുണ്ട്. ചെറുകഥ എഴുതിയിട്ടുണ്ട്, കവിത എഴുതിയിട്ടുണ്ട്. എങ്കിലും എന്തോ ഈ സോ കോൾഡ് കവി ഒരു ഇമേജ് ഉണ്ടല്ലോ, അതിലേക്കൊന്നും ഞാൻ എടുത്ത് ചാടിയിട്ടില്ല. ഏതായാലും എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് 19 കവിതയേ ഉള്ളൂ, ഒരു പുസ്തകത്തിന് വരത്തില്ല. എന്നോട് പറയാം ഇത് പ്രസിദ്ധീകരിക്കണം. ഞാൻ പറഞ്ഞു പ്രസിദ്ധീകരിക്കാൻ ഇത് 19 കവിതയേ ഉള്ളൂ, ഇത്രയും എഴുതിയാൾക്ക് ഇനി എഴുതാം. അതെ അതെ, അതൊരു ബലമായിരുന്നു. എനിക്ക് വേറെ ഒരു അവാർഡും വേണ്ട, മനസ്സിലായില്ലേ? ഈ സാക്ഷിയായ എൻ്റെ സുഹൃത്തൊന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വന്നു. ഇത് വരുന്ന വഴിക്ക് എനിക്ക് ആലോചന എങ്ങനെ ഞാൻ എഴുതും. എൻ്റെ എഴുത്തെന്ന് പറയുന്നത് എഴുതാൻ വേണ്ടി ഇരുന്ന് എഴുതുന്നതല്ല. എനിക്കത് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല. ഞാനൊരു ബോൺ കവിയെന്നൊന്നും അല്ല, ഞാനൊരു ബോൺ കവിയല്ല. ഇപ്പം ഞാൻ ശ്രീകുമാരൻ തമ്പി സാറിനെ കണ്ടിട്ട് വരിക, അദ്ദേഹത്തിൻ്റെ മുമ്പിലൊക്കെ ഞാനാരാ? മനസ്സിലായില്ലേ? സാറിൻ്റെ ഈ എഴുത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ് സാർ? കാര്യം ഇപ്പം ഈ തലമുറയിൽ വരുന്ന ഒരു ഒത്തിരി ആൾക്കാർക്ക് കവിതയോട് അത്ര ഒരു താല്പര്യമില്ലായ്മ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കവിതയോട് മാത്രമല്ല, സാഹിത്യകൃതികളോട് ഒന്നിനോടും ബഹുഭൂരിപക്ഷം ഇപ്പോഴത്തെ തലമുറയ്ക്ക് താല്പര്യമില്ല. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തലമുറയെന്ന് പറയുന്നത് കാശുണ്ടാക്കുക, പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയാണ്. ജോലി എന്തിനാണ്? കാശുണ്ടാക്കാനാണ്. നമ്മുടെ മുമ്പിൽ ഈ നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ, മനസ്സിലായില്ലേ? നമ്മളെ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കുക, എല്ലാവർക്കും ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1 കോടിയുടെ വീട്, 1 കോടിയുടെ കാറ്, അതാണ് നമ്മുടെ യുവതലമുറ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് തലമുറയെക്കുറിച്ചല്ല, അതിന് പിൻതലമുറയും ഏകദേശം അത് തന്നെയാണ്. എനിക്കിപ്പോൾ 67 വയസ്സുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ഈ ബാലലോകം റെക്കോർഡ് ചെയ്ത് പിള്ളേരെ കേൾപ്പിക്കാൻ നടക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛനൊന്നും അത് ഇഷ്ടമല്ല. ഞാനന്ന് ഡിഗ്രിക്ക് പഠിക്കുക. നിൻ്റെ പഠിത്തം നോക്കാതെ നീ പിള്ളേരെ നന്നാക്കാൻ നടക്കുക, മനസ്സിലായില്ലേ? ആ ഒരു ചിന്താഗതി ഇപ്പോൾ കുറച്ചുകൂടെ വലുതായി എന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാർ അതെ, തീർച്ചയായും ലോകം വലുതായപ്പോൾ മനുഷ്യന്റെ മനസ്സ് തുടങ്ങി. അതെ, ഇപ്പോഴും ഈ തലമുറയ്ക്ക് നാടോ അയൽക്കാരനോ നന്നാവണമെന്ന് ഒരു താല്പര്യമില്ല, മനസ്സിലായില്ലേ? അത് സാഹിത്യത്തിൽ അവരെ ഒരിക്കലും സാഹിത്യത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്നതാണ്. ഇപ്പോൾ എല്ലാവരും വലിയ വീടുകളിൽ താമസിക്കുന്നു, വലിയ കാറുകളിൽ സഞ്ചരിക്കുന്നു. എനിക്കും അതാ വേണ്ടത്. അതുകൊണ്ടാണല്ലോ ഇന്ന് ചതിയും വെട്ടും കുത്തും എല്ലാം നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുകയും. ബൈബിളിലൊരു ചൊല്ലുണ്ട്, നീ എന്ത് നേടിയിട്ടും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഒരു കാര്യമില്ല എന്ന്. പക്ഷെ അതൊന്നും ആർക്കും, അത് നമ്മൾ ഇന്ന് പറഞ്ഞാൽ അവൻ മണ്ടൻ. അല്ല, ഇന്ന് കുറച്ചുകൂടെ സൈദ്ധാന്തികമായി ചിന്തിക്കുന്നവരെല്ലാം പൊട്ടന്മാരും മന്ദബുദ്ധിയുമായി മാറുകയാണ്. സൈദ്ധാന്തികമായി നമ്മൾ ചിന്തിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ലാത്ത ഒരു കാലഘട്ടം. അല്ലെ, ധാർമ്മിക മൂല്യം എന്നുള്ളത് ഇന്നില്ല. നമുക്ക് ചുറ്റും കാണുന്നത് അത്തരത്തിലുള്ള പ്രവൃത്തികളാണ്. ഇന്നത്തെ രാഷ്ട്രീയമായാലും ഏത് രാഷ്ട്രീയം എടുത്താലും, ഇടത് വലത്
അല്ലെങ്കിൽ മധ്യവർഗ രാഷ്ട്രീയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേതാക്കന്മാരുടെ കുടുംബത്തിനും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കും അത് ഏത് രാഷ്ട്രീയം എടുത്താലും രാഷ്ട്രീയത്തിനുണ്ടായിരുന്ന രാഷ്ട്രീയം തന്നെ ഇപ്പൊ ഒരു മൂല്യച്യുതിയുടെ വക്കിലാണ്. അത് മൂല്യച്യുതിയുടെ വക്കിലെന്നല്ല, വക്കീലല്ല, അതിന്റെ മൂർധന്യത്തിലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? പരസ്പരം ബഹുമാനിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ ആർക്കുമില്ല. നമ്മളിപ്പോൾ സാഹിത്യത്തെക്കുറിച്ചോ മറ്റ് കലകളെക്കുറിച്ചോ ഇപ്പം ഞാൻ കാനായിയായിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നവനാണ്. ഞാൻ റിസൈൻ ചെയ്തത് എനിക്ക് ഒരുവിധം നല്ല ജോലിയായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ വന്നിട്ട് 25 വർഷമാവുന്നു തിരികെ എത്തിയിട്ട്. ഞാൻ 79 പോയതാണ്. ഞാൻ ഒരു വർഷം ഓഡിറ്റിംഗ് ഫേമിൽ ഓഡിറ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. കാരണം ഞാൻ ഓഡിറ്റർ അല്ലാത്തതുകൊണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലാത്തത് കൊണ്ട്, പക്ഷേ വർക്കെല്ലാം ബാലൻസ് ഷീറ്റ് വരെ ചെയ്യുന്നു. പക്ഷേ എൻ്റെ ഓഡിറ്ററാണ് സൈൻ ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റ് സൈൻ ചെയ്യേണ്ടത്. സൈൻ ചെയ്യുന്ന പണിയേ ആയിക്കൊള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു വർഷം ചെയ്തിട്ട് വേറൊരു പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. തരക്കേടില്ലാത്ത ശമ്പളം, അതായത് ഓഡിറ്റിംഗ് ഫേമിലിൻ്റെ കിട്ടിയതിൻ്റെ ഡബിൾ ശമ്പളം അവിടെ കിട്ടി. മനസ്സിലായില്ലേ? അതൊരു പുതിയ കമ്പനി ആയതുകൊണ്ട് അതൊരു 1 മാൻ ഷോ കമ്പനിയായിട്ടാണ് തുടങ്ങുന്നത്. എൻ്റെ ഓണറും ഞാനും ഒരു 4 സെയിൽസ്മെൻ, ഓഫീസിൽ 2 പേര്. അങ്ങനെ തുടങ്ങി. ഞാൻ തന്നെയായിരുന്നു, അതാണ് 1 മാൻ ഷോ എന്ന് ഞാൻ പറഞ്ഞത്. A to Z ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനാണ്. കാരണം ഇമ്പോർട്ടൻ്റ് ഡിസ്ട്രിബ്യൂഷനായിരുന്നു. അപ്പോൾ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കമ്പനി വളർന്നു, അതോടൊപ്പം ഞാനും വളർന്നു. എനിക്ക് 24 മണിക്കൂറും, ഞാൻ അന്ന് ബാച്ചലറാണ്, 24 മണിക്കൂറും എൻ്റെ ചിന്ത എൻ്റെ വർക്കാണ്. ഫ്രൈഡേയ്സ് ഹോളിഡേ ആണ്, ഞാൻ അപ്പോഴും എൻ്റെ ഓഫീസിൽ പോയിരുന്നു വർക്ക് ചെയ്യും, ജോലി ചെയ്തുകൊണ്ടിരുന്നു. സാറിന് നമ്മൾ എഴുത്തിലേക്ക് വരുമ്പോൾ സാറിൻ്റെ എഴുത്ത് രീതികൾ ഇപ്പോൾ പലരും പല രീതിയിലാണ് എഴുത്ത്. ചിലർ നമ്മൾക്കിപ്പം കടമ്മനിട്ടയുടെ കവിതകൾ പരിശോധിച്ചാൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു നാടൻ ശീല്, ഒരു പടയണിയുടെ ശീല്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പുതിയ തലമുറ കുരിപ്പുഴ ശ്രീകുമാർ സാറിന് അദ്ദേഹത്തിൻ്റെതായ ഒരു പാട്ട് വഴിയുണ്ട്, പനച്ചൂരാൻ. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ മുരുകൻ കാട്ടാക്കട സാർ, ഇവരുടെയൊക്കെ എഴുത്തിന് അവരുടെ അതിലുപരി ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറയാം, അതിലുപരി റഫീഖ് അഹമ്മദിൻ്റെ ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്ന വരികളാണ്. പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പുള്ളി ആ കവിത എഴുതുന്ന കാലത്ത് അത് പബ്ലിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആരും മൈൻഡ് ചെയ്യാത്തൊരു കവിതയാണ്. മരണമെത്തുന്ന നേരത്ത് അത് സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയിൽ വന്നപ്പോഴാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അതുവരെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും പലർക്കും അത് താല്പര്യക്കുറവ്. അതെ, പലർക്കും അത് ആസ്വദിക്കുമ്പം തന്നെയും പലരും അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അതിൻ്റെ തുടക്കം മരണത്തെക്കുറിച്ചാണ്. അതാർക്കും ഇഷ്ടമല്ല. ഈ മരണത്തെക്കുറിച്ച് പറയുന്ന ആർക്കും ഇഷ്ടമല്ല. അതെങ്ങനെയാണ് നെഗറ്റീവ് ആവുന്നത്? മരണം എന്നെ സംബന്ധിച്ച് നെഗറ്റീവല്ല. കാരണം നമ്മൾ അതിലേക്ക് അടുത്തോണ്ടിരിക്കുക. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മരണം മാത്രമേ ഉള്ളൂ. നമ്മുടെ ജനനം യാഥാർത്ഥ്യമല്ല, മരണം യാഥാർത്ഥ്യമാണ്. അതിലേക്ക് അടുക്കുമ്പോൾ എങ്ങനെയാണ് അത് നെഗറ്റീവ് ആകുന്നത്? ആ അഭിപ്രായത്തോട് എനിക്ക് താല്പര്യമില്ല, യോജിക്കാനും പറ്റില്ല. കാരണം മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യമാണെങ്കിൽ അത് പോസിറ്റീവാണ്. അതിനെ പേടിക്കുമ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്. അതെ, മരണം എത്ര സുഖമാണ്. നമ്മുടെ ജീവിതത്തിൽ നേരെ ചൊവ്വേ ജീവിച്ചാൽ മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോഴും ഡെയിലി ചിന്തിക്കുന്നത്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്തൊക്കെ ചെയ്തു തീർക്കണം. ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ. എന്നോടൊപ്പം കോളേജിൽ പഠിച്ച 3-4 സുഹൃത്തുക്കൾ കഴിഞ്ഞ 4-5 വർഷത്തിനിടയ്ക്ക് മരിച്ചു. നമ്മളെപ്പോഴും വേണമെങ്കിലും മരിക്കാം. അതിനുമുമ്പ് ചെയ്തു തീർക്കേണ്ട. സക്കറിയയുടെ ഒരു കഥയിൽ തുടങ്ങുന്ന അങ്ങനെയാണ്. നമ്മളാരും അങ്ങനെയല്ല ജീവിക്കുന്നത്. നമ്മൾ ഒരു ദിവസം കൊല്ലപ്പെടും, അല്ലെങ്കിൽ നമ്മൾ മരിക്കും. അതെ എന്ന് എഴുതി വെച്ചിട്ട് ഒരു നോവൽ തുടങ്ങുന്ന ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, അതാണ് സത്യം. ആ ഒരു ബോധമില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതെ, അപ്പോൾ മരണത്തെ പേടിക്കാതിരുന്നാൽ മതി. അപ്പോൾ ഞാനൊരു ഗായകനായതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇത് പാടുമ്പോഴത്തേക്കും എൻ്റെ സുഹൃത്തുക്കൾ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ശ്രീമാന സംവിധാറിൻ്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ 2 വരി പാടിയപ്പോൾ പുള്ളിയുടെ
പഴയൊരു ഗാനം, സിനിമാ ഗാനം പാടിയപ്പോൾ അതേതാന്ന് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ചെമ്പകത്തൈകൾ പൂത്തമാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി, അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി, ചുംബനം കൊള്ളാനൊരുങ്ങി. ഇതാണ് പുള്ളിയുടെ ആ ഒരു പഴയ ഗാനമാണ് ഞാൻ പാടിയത്. അപ്പോൾ പുള്ളിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു ഇത് കേട്ടപ്പോൾ. അതെ അതെ, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു സാറേ ഇത് യേശുദാസിനെ കൊണ്ടേ പാടാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയതാ. പഴയൊരു പാട്ടുകാരനായതുകൊണ്ട് ഗാനമേളയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഗൾഫിൽ, ഇവിടെ കോളേജിലൊക്കെ പാടുമായിരുന്നു. അപ്പോൾ സിനിമാ ഗാനമായാലും നമ്മൾ റഫീഖിൻ്റെ ഗാനത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പോൾ കവിതകൾ സത്യത്തിൽ ആരും ഗൗനിക്കുന്നില്ല, ആരുടെ കവിതയെ വന്നാലും. ഇപ്പോൾ അല്ലെങ്കിൽ അത് ഈ പറയുന്ന പോലെ നേരത്തെ അതിനൊരു ട്രാക്ക് ഉണ്ടാക്കി വെച്ചത് മധുസൂദന സാറിന്റെ നാരായണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന ആ ഒരു കവിതയിലൂടെയാണ് ഒരു പക്ഷേ മലയാളികൾ കേട്ട് ആസ്വദിച്ചു തുടങ്ങി. അതെ അതെ അതെ, വായനയിലേക്ക് എത്തുന്നില്ല, അതെ കേൾവിയിലേക്ക് എത്തും. പിന്നെ കേൾവിയാണ് പിന്നെ കവിതകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മൊത്തം. പൊതുവെ കവിത എന്ന് പറയുന്നത് ചൊൽ കവിതകളാണ്. ചൊൽ കവിതകളിലേക്ക് കവിതയുടെ തുടക്കം തന്നെ അത് നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അത് ചൊല്ലി കേൾക്കുമ്പോഴാണ്. അതെ. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു പഴയ കവിത എന്ന് പറഞ്ഞാൽ ഞാൻ സൂര്യ ടി വിയിൽ ഒരു കവിത അവതരിപ്പിച്ചു, 10 വർഷമായി. അതിനു മുമ്പ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ അത് വായിച്ചിട്ടുണ്ട്. അന്നൊന്നും അവർക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. അതെ, അങ്ങനെ ഞാനിത് സൂര്യ ടി വിയിൽ വന്നപ്പോൾ അവരുടെ അക്ഷരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ പിന്നെ എൻ്റെ കവിത അവതരിപ്പിച്ചു. അത് കേട്ടപ്പോഴെല്ലാവരും അത് ഇത്രയും നന്നായിരുന്നു. മനസ്സിലായില്ലേ? സാറിൻ്റെ ആ കവിത നമുക്ക് വേണ്ടി ഒന്ന് ചൊല്ലാമോ? സാറിൻ്റെ ഒരു ചൊൽവഴികൾ എങ്ങനെയാണ് കവിതയുടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. കവിതയുടെ പേര് അഷ്ടമുടിക്കായലും നിന്റെ നനഞ്ഞ ചിരിയുന്ന. യാത്ര പോകുന്നു ഞാനീ പടിയും കടന്നക്കരെ, യാത്ര പോകുന്നു ഞാനീ പടിയും കടന്നക്കരെ, എൻ്റെ ആത്മാവിൻ തിരുമുറ്റത്തായി നിന്റെ നനഞ്ഞ ചിരിയിലൂടൊഴുകും അഷ്ടമുടിക്കായലും കഥ പറഞ്ഞുറക്കും കായൽ തീരങ്ങളും തേടി യാത്ര പോകുന്നു ഞാനീ പടിയും കടന്നക്കരെ. ദീവാളി കുളിച്ചനാഥമാക്കിയ നിഴലുകളെന്നെ, ദീവാളി കുളിച്ചനാഥമാക്കിയ നിഴലുകളെന്നെ തല്ലിത്തകർക്കുമ്പോഴും ഹൃദയഭിത്തിയിലൊരുപാട് സുനാമികൾ ആഞ്ഞടിച്ചെൻ്റെ നാസാരന്ധ്രങ്ങളിലൂടൊഴുകി പരന്നലറുന്നു സായം സന്ധ്യകൾ. ദീവാളി കുളിച്ചനാഥമാക്കിയ നിഴലുകളെന്നെ തല്ലിത്തകർക്കുമ്പോഴും ഹൃദയഭിത്തിയിലൊരുപാട് സുനാമികൾ ആഞ്ഞടിച്ചെൻ്റെ നാസാരന്ധ്രങ്ങളിലൂടൊഴുകി പരന്നലറുന്നു സായം സന്ധ്യകൾ. പടം പൊഴിയുമെൻ ചിന്തകൾക്കുമേലടയിരിക്കുകയാണൊരു മോഹപ്പക്ഷിയായുടൽ കൊത്തിപ്പൂട പൊഴിച്ചനാഥമായി. പടം പൊഴിയുമെൻ ചിന്തകൾക്കുമേലടയിരിക്കുകയാണൊരു മോഹപ്പക്ഷിയായി ഉടൽ കൊത്തിപ്പൂട പൊഴിച്ചനാഥമായി. കച്ചിത്തുരുമ്പത്തിരിക്കുമെൻ ചിന്തകൾ കയ്യാല തീർക്കുന്നു കാതങ്ങളോളം. കച്ചിത്തുരുമ്പത്തിരിക്കുമെൻ ചിന്തകൾ കയ്യാല തീർക്കുന്നു കാതങ്ങളോളം. എങ്കിലുമെൻ ചങ്കും മനസ്സും പൂക്കുന്നു,
എങ്കിലുമെൻ ചങ്കും മനസ്സും പൂക്കുന്നു. കരിഞ്ഞ പൂക്കളായി കൊഴിയുമ്പോഴും ചെങ്കടലൂറ്റി കുടിക്കുന്നു ഞാൻ. എൻ്റെ ദാഹത്തിനന്ത്യമില്ലാതലയുന്നു പിന്നെയും. കരിഞ്ഞ പൂക്കളായി കൊഴിയുമ്പോഴും ചെങ്കടലൂറ്റി കുടിക്കുന്നു ഞാൻ. എൻ്റെ ദാഹത്തിനന്ത്യമില്ലാതലയുന്നു പിന്നെയും. മൂടും തിരിഞ്ഞിരുന്നെന്നെ നീ ശകാരിക്കുന്നു. ചായം തേച്ചു മിനുക്കി നിന്നിലേക്കാവാഹിക്കുന്നു. ആൽത്തറ തീർത്തെന്നെ നീ കുടിയിരുത്തുന്നു. തുള്ളൽ പാട്ടുകൾ പാടി പേപ്പട്ടികളെന്നെ കോരിത്തരിപ്പിക്കുന്നു. എൻ്റെ നാസാരന്ധ്രങ്ങളിൽ കയറി നീ പൂക്കുറ്റി കത്തിക്കുമ്പോഴും ചീറ്റിപ്പോകുന്നു നിന്റെ ഒഴിയാബാധകൾ. തായ്വേരറുത്തു കഞ്ഞി വയ്ക്കുമ്പോഴും നനഞ്ഞ ചിരിയും പേറി അഷ്ടമുടിക്കായൽ രജസ്വലയായി ഒഴുകുന്നത് ഞാൻ അറിഞ്ഞില്ല. കഷ്ടം നിന്നെയൊപ്പുവാനാകില്ലീ വരികളെങ്കിലും വ്യർത്ഥമായി തുടരുന്നു വേലകളെൻ്റെ അപസ്മാരപ്പുരയിലെ തിരകളൊഴിഞ്ഞ നേരമില്ലെങ്കിലും എൻ്റെ തൊലിപ്പുറത്തു നീയിരിക്കുന്നു. വേദാന്തമോദി എന്നെ തളർത്തുവാനാകില്ല എന്നോർത്തെൻ്റെ പൗരുഷത്തിൽ നീ പ്രസ്രവപ്പുഴയൊഴുക്കുന്നു. വേദാന്തമോദി എന്നെ തളർത്തുവാനാകില്ല എന്നോർത്തെൻ്റെ പൗരുഷത്തിൽ നീ പ്രസ്രവപ്പുഴയൊഴുക്കുന്നു. കബന്ധങ്ങൾ ഒഴുകുന്നീ ജലധാരയിൽ കറുകനാമ്പു മുളയ്ക്കുന്നു പിന്നെയും. കബന്ധങ്ങൾ ഒഴുകുന്നീ ജലധാരയിൽ കറുകനാമ്പു മുളയ്ക്കുന്നു പിന്നെയും. അതൊരു ഈ വളരെയധികം മനോഹരമായ ഒരു ഈണത്തിലൂടെയാണ് സാർ അത് കൊണ്ടുപോയിരിക്കുന്ന കവിത. ഇത് എൻ്റെതായ രീതിയിലാണ് ഞാൻ എഴുതുന്നത്. എനിക്കിത് എത്രത്തോളം കവിത്വം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ സോ കോൾഡ് കവിതയുമായിട്ട് യോജിച്ചു പോകുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. കാക്കനാടൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം കവിത. പിന്നെ ഇംഗ്ലീഷിൽ ഷെല്ലിയുടെ ഒരു കവിതയെക്കുറിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതായത് കവിത എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള തീയും മറ്റുമൊക്കെ പ്രകടിപ്പിക്കാനുള്ളൊരു സാധനമായിരിക്കണം കവിത. നമ്മൾ പണ്ട് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി ആ കാലഘട്ടം അല്ല ഇന്ന്. അതിൽ നിന്നൊക്കെ ഒരുപാട് കവിത മാറി ചിന്താഗതി മാറി. അതെ. അപ്പോൾ അത് ഇന്നും വിവരമുള്ളവരെന്ന് അവകാശപ്പെടുന്നവർ പോലും ഇതിന് വൃത്തമില്ലേ, അലങ്കാരമില്ലയോ, മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് ഇന്ന് പലരും അങ്ങനെ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനത്തെ ഒരു ചിന്ത വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സാങ്കേതികത്വമാണ് കവിത എന്ന് ചിന്തിക്കുന്നവരാണ്. ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എഴുത്താണ് കവിത എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് സാങ്കേതികത്വത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ. അതായത് യൂറോപ്പില് ഈ റെനൈസൻസ് തുടങ്ങുന്നത് ചിത്രകലയിൽ നിന്നാണ്. വാൻഗോഗിൻ്റെയും പിന്നെ പിക്കാസോയുടെയും. ഇപ്പോൾ വാൻഗോഗ് എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ രാജാ രവിവർമ്മയുടെ കാലഘട്ടമാണ് വാൻഗോഗ് ജീവിച്ചിരുന്നത്. അവരുടെ ഒക്കെ കാലഘട്ടത്തിൽ യൂറോപ്യൻ ചിത്രകലയിൽ നിന്നാണ് ശരിക്ക് ഈ ഒരു നവോത്ഥാനം സാഹിത്യത്തിലുണ്ടാകുന്നത്. പക്ഷേ അത് നമ്മുടെ കാലഘട്ടം, അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തതയാണ്. നമ്മുടെ അന്നത്തെ കാലഘട്ടം യൂറോപ്യൻ ജീവിത വ്യവസ്ഥിതിയായിട്ട് വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കവിതകളാണെന്നുണ്ടായത്. മനസ്സിലായില്ലേ? അതേസമയം ഇങ്ങോട്ട് വരുമ്പോൾ കവിതയിൽ ഇന്ന് വരെയും അത്രത്തോളം ഒരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടില്ല. ചെറുകഥകളിലും നോവലുകളിലും ഉണ്ടായി. ഇപ്പോൾ കാക്കനാടൻ്റെ ശ്രീചക്രവും അശ്വത്ഥാമാവിൻ്റെ ചിരിയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഭ്രമിച്ചു നിന്നു പോവും. മനസ്സിലായില്ലേ? നവോത്ഥാനത്തിൻ്റെ ഒരു നല്ലൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ മുകുന്ദൻ്റെ ഏതായാലും
കാക്കനാടൻ്റെ ആയാലും ഒക്കെ അതൊരു മലയാള സാഹിത്യത്തിന് തന്നെ ഒരു വേറിട്ട കുറെ അനുഭവങ്ങൾ നൽകിയ എഴുത്തുകാരാണ്. അതെ, വേറിട്ട അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഭ്രമവും നമ്മളെ നവീകരിക്കും, നമ്മുടെ മനസ്സ് നവീകരിക്കുന്നത് പോലെയാണ് അത് വായിക്കുമ്പോൾ. അതെ, നമ്മൾ മറ്റൊരു മനുഷ്യനായി മാറുക. അതെ. അപ്പോൾ അത് ഉൾക്കൊള്ളാനും ഒരു പക്ഷേ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിന്നിരിക്കാം, എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ ഒരു ആരാധകനായിരുന്നു. ഞാനും കാക്കനാടൻ എന്ന് പറയുന്ന അന്നത്തെ ഞാനിത് വായിക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ ചെറുകഥകൾ വായിക്കുമ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് എൻ്റെ ഭാഗ്യത്തിന് അദ്ദേഹമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാവുകയും ഒരാഴ്ച എന്നെ കണ്ടില്ലെങ്കിൽ അദ്ദേഹം കാരണമാണ് ഞാൻ കവിയായത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എല്ലാം സോ കോൾഡ് ഈ കവി എന്ന് പറയുന്നത് സെൽഫ് മാർക്കറ്റിങ്ങാണ്. ഫേസ്ബുക്കിലായാലും മനസ്സിലായില്ലേ? എനിക്ക് പലരും അവാർഡ് വെച്ച് നീട്ടിയിട്ടുണ്ട്, പക്ഷെ അതിന് ചില കണ്ടീഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ആ അവാർഡ് വേണ്ട, മനസ്സിലായോ? അങ്ങനെയുള്ള അവാർഡ് എനിക്ക് വേണ്ട. രാഷ്ട്രീയമായിട്ടുള്ള വ്യവസ്ഥ, രാഷ്ട്രീയം മാത്രമല്ല, ചിലർക്ക് സാമ്പത്തികമാണ്, ചിലർക്ക് മറ്റു ചിലർക്ക് രാഷ്ട്രീയമുണ്ട്. ഞാൻ എൻ്റെ മൊബൈലിൽ അവരുമായിട്ട് സംസാരിച്ചത് ഞാൻ ടേപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം ഞാൻ ആരോടെങ്കിലും പറഞ്ഞ് നാളെ എന്താ അതിന് തെളിവ് എന്ന് ചോദിച്ചാൽ എന്തിനും ഇപ്പോൾ തെളിവാണല്ലോ വേണ്ടത്. തെളിവുകളാണ് പ്രാധാന്യമുള്ളത്. മനസ്സിലായില്ലേ? നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ ജീവിക്കാനുള്ള തെളിവ് വേണം. ഒരുപക്ഷെ സാറിൻ്റെ ഒരു 3 പുസ്തകങ്ങളിലൂടെ സാറ് വരച്ചു വെച്ച ചിത്രങ്ങളിലൂടെയൊക്കെ ആ ഒരു തെളിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും. ഞാൻ 97 എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് വന്നതാണ് ദുബൈയിൽ നിന്ന്. ഞാൻ നല്ലൊരു പോസ്റ്റ് ഇരുന്നു, ഒരു ജനറൽ മാനേജർ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ റിസൈൻ ചെയ്ത് വന്നു. അന്നത്തെ എൻ്റെ ശമ്പളം അന്ന് എനിക്ക് 1 ലക്ഷം രൂപയും നാട്ടിലെ വീട്, കാറ്, എല്ലാ സൗകര്യങ്ങളോടും കൂടി എൻ്റെ ഫാമിലിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ ഓണറുമായിട്ട് എൻ്റെ ജോലിക്കാർക്ക് ഞാൻ ജനറൽ മാനേജർ ആയിരുന്ന സമയത്ത് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് കൺകറൻസ് ഓഫ്കോഴ്സ് എൻ്റെ ഓണർ ഓഫ് ദി കമ്പനി അയാളുടെ കൺകറൻസ് മേടിക്കണം, അത്രയേ ഉള്ളൂ. അത് അയാൾ കണ്ണടച്ചുകൊണ്ട് സൈൻ ചെയ്യും. എന്ത് തന്നെ ആയാലും നീ ചെയ്യ്, മനസ്സിലായില്ലേ? അപ്പോൾ കമ്പനിയൊക്കെ വലുതായി. 20 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. നമ്പർ 1 തൊട്ട് ഞാൻ കൈകാര്യം ചെയ്യുക. അപ്പോൾ 34 സ്റ്റാഫുണ്ട്. അവർക്ക് എല്ലാ വർഷവും ഞാൻ മാന്യമായ ഇൻക്രിമെൻ്റ് കൊടുക്കും. ലാസ്റ്റിലൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിക്ക് അതിൽ ചെറിയ നീരസം, ഇത്രയൊക്കെ കൊടുക്കണോ? കാരണം വർക്ക് ചെയ്യുന്നതിൽ 95% ഇന്ത്യൻസാണ്. അതിലൊരു മോർ ദാൻ 75% മലയാളികളാണ്. മനസ്സിലായില്ലേ? അങ്ങനെ 3 പ്രാവശ്യം പുള്ളിയായിട്ടൊന്ന് ഒരു ഫ്രിക്ഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ കൊടുത്തോ. ഞാൻ ചീഫ് അക്കൗണ്ടൻ്റ് ആൻഡ് ജനറൽ മാനേജറാണ്. ഞാൻ അക്കൗണ്ടൻ്റായിട്ട് തുടങ്ങി എല്ലാ പണിയും ചെയ്യും. അവിടുത്തെ ഓഫീസ് അസിസ്റ്റൻറ്റും എല്ലാം ഞാൻ തന്നെ, സെക്രട്ടറിയൽ വർക്കും എല്ലാം ചെയ്യുന്നത് ഞാനാണ് സ്റ്റാർട്ടിങ്ങിൽ. മനസ്സിലായില്ലേ? അതിൽ നിന്ന് ഓഫീസ് സ്റ്റാഫ് കൂടി എല്ലാം കൂടെ 34 സ്റ്റാഫായി. 4-5-6 സ്റ്റാഫിൽ നിന്നാണ് ഇത്രയാകുന്നത്. മനസ്സിലായില്ലേ? ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞു, ഞാൻ ജനറൽ മാനേജർ സ്ഥാനം ഒഴിയുകയാണ്. ഞാൻ അക്കൗണ്ട്സ് മാത്രം നോക്കും. നീ ഇൻക്രിമെൻ്റ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ഞാനാണ് നോക്കുന്നതെങ്കിൽ യു ഹാവ് ടു സൈൻ. എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ലെങ്കിൽ ഐ കാൺ കണ്ടിന്യൂ. അപ്പോൾ പറയാം, എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്. മനസ്സിലായില്ലേ? ഒരു 3ാമത്തെ പ്രാവശ്യം, അതായത് എൻ്റെ 20ാമത്തെ വർഷം പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ, ഇൻക്രിമെൻ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ
ഞാൻ കൊടുക്കുന്നതിൻ്റെ പകുതിയായിട്ട് കട്ട് ചെയ്യും സ്റ്റാഫിന്. എനിക്ക് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം. പുള്ളി പറയുന്നത് യു ടേക്ക്, ഹൗ മച്ച് യു വോണ്ട് യു ടേക്ക്. നമ്മൾ എനിക്ക് നീയാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല തീരുമാനിക്കുന്നത്. പക്ഷേ എൻ്റെ കീഴിലുള്ള സ്റ്റാഫിന് ഞാൻ തീരുമാനിക്കും. അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാവൂ. ഓരോരുത്തരും എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാവുള്ളൂ. അവർക്ക് ഡിസർവിങ് ആയിട്ടുള്ള കൊടുത്തില്ലെങ്കിൽ നാളെ അവർ പരോക്ഷമായെങ്കിലും എന്നെ അനുസരിക്കില്ല. പരോക്ഷമായെങ്കിലും. അത് നിനക്കും ദോഷമാണ്. അത് നീ തിരിച്ചറിഞ്ഞാൽ നിനക്ക് കൊള്ളാം. പ്രോഫിറ്റ് എല്ലാം കൂടെ നീയാ കൊണ്ടുപോകണത്. എനിക്കതിൻ്റെ ചെറിയൊരു ശതമാനം കിട്ടും. മനസ്സിലായില്ലേ? ലയൺ ഷെയർ നീയാ കൊണ്ടുപോകണത്, ഞാനല്ല. എനിക്ക് സാലറി ഉണ്ട്, മറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ. മൂന്നാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് ഞാൻ അപ്പോഴേ റിസൈൻ ചെയ്തു. ഞാൻ പറഞ്ഞു പിന്നെ കാറിൻ്റെ കീ ഞാൻ എൻ്റെ ടിക്കറ്റെല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് എൻ്റെ വിസ ക്യാൻസൽ ചെയ്യുക, എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞു. കാറിൻ്റെ കീ അപ്പോഴേ ഏൽപ്പിക്കും. കമ്പനി കാറൊക്കെ തന്നിട്ടുണ്ട്, ഫ്ലാറ്റിൻ്റെ കീയും എല്ലാം അപ്പോഴേ കൊടുക്കാം. ഇറങ്ങി പോന്നു. പുള്ളി വിളിയോട് വിളി. ഇനി ഒരു പക്ഷേ സാർ, നമുക്ക് സാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കവിത റഫീഖ് അഹമ്മദിൻ്റെ കവിതയിലേക്ക് വരാം. നമുക്ക് ഏകദേശം പൂർണ്ണമാക്കാം. ഞാൻ ഇപ്പോഴും റഫീഖ് അഹമ്മദിൻ്റെ കവിതയിലേക്ക് സാർ നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കവിതയോട് കൂടി നമ്മുടെ ഈ ചെറിയ ഒരു സംഭാഷണം നമുക്ക് സാറിനെ വളരെയധികം ഹോണ്ട് ചെയ്ത കവിത എൻ്റെ ജീവിതത്തിൽ മൊത്തം ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കവിതയാണ്. ഞാൻ പുള്ളി വിളിച്ച് പറയുകയും ചെയ്തു. എൻ്റെ പുസ്തകത്തിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? പുള്ളിയെ എനിക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു എൻ്റെ പുസ്തക പ്രകാശനത്തിന്. പക്ഷേ പുള്ളി ബിസിയാണ്, നോക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എങ്കിലും എനിക്ക് വിശ്വാസമില്ല. കാരണം പുള്ളിക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ട് സിനിമയിൽ തന്നെ. അതുകൊണ്ട് ഇടയ്ക്ക് ദുബായ് പോയിരുന്നു. അതിൻ്റെ ഒരുപാട് വർക്കുകൾ പെൻഡിങ് കിടക്കുകയാണ്, പാട്ടെഴുതാനും. എനിവേ, മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസകണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. വളരെയധികം നന്ദി സാർ. നമ്മൾ സാറിൻ്റെ തിരക്ക് പിടിച്ച ഒരു ഓട്ടത്തിനിടയിലും നമ്മളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും വളരെ കുറച്ച് കാര്യം മാത്രം എനിക്ക് തോന്നുന്നു. ഞാൻ കാട് കയറി സംസാരിച്ചു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. മനസ്സിലായില്ലേ? വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. വളരെയധികം സന്തോഷമുണ്ട്. വളരെ നന്ദി. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതിന് വളരെ നന്ദി.